യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഇന്ന് നമ്മൾ കുറച്ച് കാർഡ്സ് വെച്ചിട്ടുള്ള റീഡിംഗ് തന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങൾ കാണാനിടയായാൽ ഈ വ്യക്തി നിങ്ങളുമായി ചില രഹസ്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കംപ്ലീറ്റ് എനർജിയാണ് നമ്മൾ ഇന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു റീഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. മറ്റുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ റീഡിംഗ് കാണരുത്. ഫ്രീ ആയിട്ടും കാമായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് 100% കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു റീഡിംഗ് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ വ്യക്തിയുടെ കറണ്ട് എനർജി അപ്ഡേഷൻ ആണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് എനർജി അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഏത് മനോഭാവത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ എത്തി നിൽക്കുന്നത്, ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദിസ് വൺ വിൽ ബി ദ ഫസ്റ്റ് കാർഡ്. യെസ്, വി ഗോട്ട് മെസ്സേജ് ഇൻ എ ബോട്ടിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ വളരെയധികം രഹസ്യങ്ങൾ നിറഞ്ഞു പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട്, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫായിട്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, ഓക്കെ, ഏതും ആയിക്കോട്ടെ, ഒരുപാട് രഹസ്യങ്ങളുള്ള ഒരു കണക്ഷനായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുന്നതോ പ്രവർത്തിക്കുന്നതോ അല്ല, വേറെയും ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് മാത്രമല്ല, അത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, നിങ്ങളോട് ഈ പേഴ്സൺ തുറന്നു പറയാനും ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും ആ ഒരു രഹസ്യം പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളോട് തുറന്നു പറയണം എന്നുള്ള മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതാണ് ഈ വ്യക്തിയുടെ കറണ്ട് എനർജി ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. മെസ്സേജ് ഇൻ എ ബോട്ടിലാണ്. നമുക്കൊരു ബോട്ടിൽ കാണാൻ പറ്റും, ഒരു കുപ്പി കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ദിസ് കുപ്പി ഇസ് ട്രാൻസ്പെറൻ്റ് ആണ്. അതായത് ഈ കുപ്പിയുടെ ഉള്ളിലുള്ളത് എന്താണോ അത് നമുക്ക് പുറമേ കാണാൻ പറ്റും, അല്ലേ? ഈ കുപ്പി തുറക്കാതെ തന്നെ പുറമേ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അത് മാത്രമല്ല ഇതൊരു ബേർഡ്. ഓക്കെ, ഈ ഒരു ബേർഡ് ഈ ഒരു കുപ്പീനെ കാലുകൾ കൊണ്ട് എടുത്തു വെച്ചിട്ട് പറന്നുയരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു ബേർഡിനെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെയാണ്, നിങ്ങളുടെ വ്യക്തിയെയാണ് ഈ ബേർഡിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ ബോട്ടിൽ കിടക്കുന്ന ഈ ഒരു കാര്യമാണ് ആ ഒരു രഹസ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് പലവർക്കും അറിയാവുന്ന ഒരു കാര്യവും കൂടിയാണ്. അതായത് ഈ രഹസ്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്പെറൻ്റ് ആണ്. ഓക്കെ, അതായത് അത്രയും നിഗൂഢമായിട്ടുള്ള രഹസ്യമല്ല, എന്നാൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രഹസ്യമാണ്, പലവർക്കും അറിയാവുന്ന ഒരു കാര്യവും കൂടിയാണ്. പക്ഷെ അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല. മനസ്സിലായോ? നിങ്ങൾ അറിഞ്ഞിട്ടില്ല. രഹസ്യം ഇവിടെ ട്രാൻസ്പെറൻ്റ് ആണ്, പലവർക്കും അറിയാവുന്നതാണ്, പക്ഷെ അത് നിങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ നമുക്കൊരു ഒരു രഹസ്യം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് സെക്കൻഡ് കാർഡ്, ഈ സെക്കൻഡ് കാർഡ് ഇങ്ങനെയായിരുന്നു, ദാറ്റ് വി ഗെറ്റ്. അപ്പോൾ ഈ ഒരു സ്ലൈഡിലാണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയത്. സോ ദാറ്റ്സ് വൈ വി ടേക്ക് ദ എനർജി ഓഫ് ചാലഞ്ചിങ്. ഇപ്പോൾ ഈ വ്യക്തിയെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ചാലഞ്ചിങ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ കാർഡ് ഈ ഒരു ഇതിൽ കിട്ടിയിട്ടുള്ളത്. സോ ഇങ്ങനെ കെപ്റ്റ് ചെയ്തു. ആൻഡ് ഓൾസോ വിക്ടിം മെന്റാലിറ്റി ആണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ സ്വയം പശ്ചാത്തപിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിയുടെ ഭാഗത്ത്, അതായത് നിങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധം മുഴുപ്പിക്കാൻ പറ്റിയില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു പശ്ചാത്താപം ഈ വ്യക്തിക്ക് ഉണ്ട്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ നിന്നും, ഈ വ്യക്തി തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ളത്. ഒരിക്കലും നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ മുൻകൈ എടുത്തിട്ടോ അല്ല ഈ ഒരു റിലേഷൻഷിപ്പ് നിന്നു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ എൻഡ് ആയി പോയിട്ടുള്ളത്.
നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ, അതായത് ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് വന്ന് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഉത്തരവാദിത്യം അല്ലെങ്കിൽ ഉത്തരവാദി ഈ പേഴ്സൺ തന്നെയാണ്. അപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധം പൂർത്തീകരിക്കാൻ സാധിക്കാഞ്ഞതിൽ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ പശ്ചാത്താപമുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ വ്യക്തി മറ്റുള്ളവരോട് സംസാരിക്കാതെ സ്വന്തമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ പരിഹരിക്കാനും പുതിയ കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്യാനും പുതിയ നടപടികൾ സ്വീകരിക്കാനും നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാലം ഈ വ്യക്തിയുടെ കൂടെ അനാവശ്യമായിട്ട് മറ്റു പലവരും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഈ വ്യക്തി ഒറ്റക്കാണ് നിൽക്കുന്നത്. കാരണം ആരെയും ഈ പേഴ്സന്റെ ലൈഫിലേക്ക് അടുപ്പിക്കുന്നില്ല, ആരെയും കയറ്റാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ടാണ് ഈ വ്യക്തി സ്വയം സംസാരിച്ചു, ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ സംസാരിക്കുന്നുണ്ടാകാം, ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ ഡീല് ചെയ്യാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ആരുടെയും ഉപദേശങ്ങൾ കേൾക്കാനോ അഭിപ്രായങ്ങൾ കേൾക്കാനോ നിർദ്ദേശങ്ങൾ കേൾക്കാനോ ഈ വ്യക്തി തയ്യാറല്ല. ഓക്കെ, കാരണം ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഞാനാണ് ഇതിൽ പ്രശ്നമുണ്ടാക്കിയത്, അപ്പൊ ഞാൻ തന്നെയാണ് ഇത് മുൻകൈ എടുത്ത് പരിഹരിക്കേണ്ടത് എന്നുള്ള മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആണ് തെറ്റുകൾ ചെയ്തത്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിക്ക് മുന്നോട്ട് പക്വതയോടുകൂടി പോകാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പാഠമായിട്ടാണ് ഈ പേഴ്സൺ അതിനെ നോക്കിക്കാണുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ചാലഞ്ചിങ് സിറ്റുവേഷൻ തന്നെയാണ്. കാരണം ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ, ആരുടെയും ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ടോ സഹായമോ ഇല്ലാതെ ഒറ്റയ്ക്കാണ് ഇനിയുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ ഡീല് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, കാരണം ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഞാനാണ് തെറ്റുകൾ ഉണ്ടാക്കിയത്, ഞാനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, അപ്പൊ ഞാനായിട്ട് തന്നെ അത് പരിഹരിച്ചോളാം എന്നുള്ള മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തേത്, ഈ ഒരു പേഴ്സൺ എന്തിലാണ് ഇപ്പൊ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്ത് കാര്യത്തിലാണ്? പ്രണയത്തിലാണോ? നിങ്ങളിലേക്ക് മാത്രമാണോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് മേഖലയിലാണ്? യെസ്, വി ഗോട്ട് ദ പേജ് ഓഫ് എർത്ത് ആണ്. ആൻഡ് വി ക്യാൻ സീ ഇറ്റ്സ് എ പേഴ്സൺ ആൻഡ് എന്താ പറയുക, എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ സംതിങ് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മേ ബി ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനോ സാധിക്കുന്നില്ലായിരിക്കാം. പലതരത്തിലുള്ള എന്താ പറയാ, പലതരത്തിലുള്ള ഒരു മടുപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ വ്യക്തിയെ നല്ല രീതിയിൽ കഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിലാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്തൊക്കെയോ പുതിയ ഒരു കാര്യം തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നു, ഇല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു യാത്രയിലേക്കാണ് സൂചിപ്പിക്കുന്നത്, അതായത് ഒരു ട്രാവലിംഗ് എനർജിയാണ് അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതൊരു പുതിയ പ്രൊജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിലെ പുതിയ അധ്യായമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ജോലി സംബന്ധമായിട്ടോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ വേണ്ടിയിട്ട് പോകുന്നതായിരിക്കാം, ഒരു യാത്രയായിരിക്കാം, പുതിയ പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. അങ്ങനെ എന്തോ പുതിയ ഒരു കാര്യം ഈ വ്യക്തി ഇന്നോവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ മാത്രമല്ല ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത്, നിങ്ങളും ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ബട്ട് അതേസമയം തന്നെ ഈ വ്യക്തിയുടെ ആ ഒരു ഫോക്കസ്, ആ ഒരു കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് ഫോർത്ത് കാർഡ് നോക്കാം. നിങ്ങളുമായിട്ടുള്ള പഴയ കാര്യങ്ങൾ ഈ വ്യക്തി ഓർത്തിരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അതായത് ഈ വ്യക്തിക്ക് ഓൾറെഡി വിക്ടിം മെന്റാലിറ്റി ഉണ്ട്, അതായത് ഞാനാണ് തെറ്റുകാരൻ, ഞാനാണ് തെറ്റുകാരി എന്നുള്ള ആ ഒരു ചിന്താഗതി ഈ വ്യക്തിക്ക് ഉണ്ട്. നമ്മളത് നേരത്തെ കണ്ടു. രണ്ടാമത്തെ കാർഡ് നമുക്ക് വിക്ടിമാണ് കിട്ടിയത്.
അപ്പോൾ ആ ഒരു സെയിം എനർജി വീണ്ടും വീണ്ടും ഈ വ്യക്തിയെ തേടി വരുന്നുണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുമായിട്ടുള്ള പഴയ കാര്യങ്ങൾ ഈ വ്യക്തി ഓർത്തിരിക്കുന്നുണ്ടോ? നമുക്ക് ലെറ്റ് മീ ചെക്ക്. നമുക്ക് കിട്ടിയിട്ടുള്ളത് 10 ഓഫ് ഫയർ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ലേഡി, ഇതൊരു ലേഡിയാണ്. ആൻഡ് 10 പേപ്പേഴ്സ് ആണ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പഴയ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. ചില സമയത്ത് നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് വിഷമം വരുന്നുണ്ട്. അതായത് ഈ വ്യക്തി കാരണമാണ് തെറ്റുകളായി പോയത്, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഈ ഒരു പ്രണയം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, അത് പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നതിന് നല്ല രീതിയിൽ ഈ പേഴ്സന് കുറ്റബോധമുണ്ട്. പക്ഷേ ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതും നമ്മൾ പേജ് ഓഫ് എർത്തിലൂടെ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതിയ ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പഴയ കാര്യങ്ങൾ ആലോചിച്ച് പഴയ പ്രശ്നങ്ങൾ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ കഷ്ടപ്പെടാൻ ഈ വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ വിഷമിച്ചിരിക്കാൻ ഈ വ്യക്തി ഇനി താല്പര്യപ്പെടുന്നില്ല. കാരണം ഇനി മുന്നോട്ട് വെച്ച ആ ഒരു അല്ലെങ്കിൽ മുന്നോട്ട് പോണമെന്ന് തീരുമാനിച്ചു, അത് നടപ്പിലാക്കിയെടുത്തേ പറ്റൂ എന്നുള്ള ഒരു വാശിയേറിയ പോരാട്ടത്തിലും മനോഭാവത്തിലുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള എന്തൊക്കെ തെറ്റുകളും പോരായ്മകളുമാണോ അതെല്ലാം ഈ പേഴ്സൺ കത്തിച്ച് ചാരമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളായിട്ട് നടന്നു പോയിട്ടുള്ള എന്തൊക്കെ മോശപ്പെട്ട സിറ്റുവേഷൻസ് ആണോ അതെല്ലാം കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്ത്, മനസ്സിൽ നിന്നാണെങ്കിൽ പോലും എന്ത് കാര്യങ്ങളിലാണെങ്കിൽ പോലും അതെല്ലാം ഡിലീറ്റ് ചെയ്ത് അതിനേക്കാൾ ഉയർന്ന തലത്തിലേക്ക് പോകാനാണ്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളുടെ ഉള്ളിലേക്ക് കീഴ്പ്പെട്ട് പോകാതെ ആ പ്രശ്നങ്ങളെല്ലാം കത്തിച്ച് ചാമ്പലാക്കി ചാരമാക്കി അതിൻ്റെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ആ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് പറക്കാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ നല്ലൊരു മെന്റാലിറ്റിയാണ്. അതെല്ലാവരെ കൊണ്ടും സാധിക്കണമെന്നില്ല. അത്രയും ഒരു മാനസികപരമായിട്ട് ആ ഒരു ബലം, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, വിഷൻ, ഇൻഡ്യൂഷൻ, ഇൻറ്റൻഷൻ ഒക്കെയുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഈ പേഴ്സൺ പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നോ ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം പുതിയതാണ്, ജീവിതം മുന്നോട്ടാണ്, മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കി ഇനി പോകാം, സമാധാന പാതയിലേക്ക് വരാം എന്നുള്ള മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഈ വ്യക്തിയുടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ആൻഡ് ഓൾസോ ദിസ് വിൽ ബി ദ 5th കാർഡ് ഫോർ യു. ലാസ്റ്റ് ക്വാർട്ടർ മൂണിൻ ലിയോ ആണ് കിട്ടിയിട്ടുള്ളത്. എഗെയിൻ ദ ലയൺ പവർ ആണ്, ലിയോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ലൈറ്റൻ അപ്പ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു ലേഡി ആൻഡ് ഷീ ഈസ് ഹോൾഡിങ് എ ലൈറ്റ്, കയ്യിൽ ഒരു ലൈറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ പേഴ്സൺ നല്ല രീതിക്ക് എനർജി ബാലൻസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടേതായിട്ടുള്ള കുറച്ച് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. അത് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാകാം, അല്ലെങ്കിൽ എന്തോ ആയിക്കൊള്ളട്ടെ, പേടിപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് ഈ വ്യക്തിക്ക് ഭയം വരുന്നുണ്ട്. അതേസമയം തന്നെ നല്ല പ്രതീക്ഷയുമുണ്ട്. അതായത് മുന്നോട്ട് പോവുകയും വേണം, എന്നാൽ ചില സമയത്ത് ഒരു പതറൽ, അല്ലെങ്കിൽ മനസ്സിന് ഒരു പേടി, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനി ഫ്യൂച്ചർ ഉണ്ടാകില്ലേ എന്നുള്ള ചിന്തകൾ ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇവിടെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഹോപ്പ്, ദ ബാറ്റിൽ ബിറ്റ്വീൻ ദ ഹോപ്പ് ആൻഡ് ഫിയർ. പേടിയും അതുപോലെ പേടിയും പ്രതീക്ഷയും തമ്മിലുള്ള ഒരു യുദ്ധം. ദ ബാറ്റിൽ ബിറ്റ്വീൻ ഹോപ്പ് ആൻഡ് ഫിയർ. ഓക്കെ, ആ ഒരു യുദ്ധമാണ് ഈ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പല എനർജീസും ക്ലിയർ ചെയ്തു പോകേണ്ട ആവശ്യകതയുണ്ട്. സോ നിങ്ങൾക്കാണെങ്കിൽ റോസ് കോട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ലവ് അട്രാക്ട് ചെയ്യാനുള്ള ക്രിസ്റ്റൽസ്, അല്ലെങ്കിൽ ലവ് സ്പെൽ വർക്ക്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ പരമായിട്ടുള്ള പ്രാർത്ഥനകൾ,
ഓക്കെ, അങ്ങനെ അഗ്നി വെച്ചിട്ടുള്ള, തീ വെച്ചിട്ടുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ബ്രേസ്ലെറ്റ്സ് അണിയുന്നതും അതുപോലെ ക്രിസ്റ്റൽസ് യൂസ് ചെയ്യുന്നതും റോസ് കോട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ വ്യക്തിക്ക് കുറച്ചും കൂടെ ഊർജം ലഭിക്കാനും ഒക്കെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നമ്മൾ കംപ്ലീറ്റ്ലി എനർജിയാണ് നോക്കുന്നത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ്, റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. അതായത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം. റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് നിങ്ങളുടെ ഈ ഒരു പ്രണയ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ പോകുന്നത്? യെസ്, എൻഗേജ്മെന്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഗ്രേറ്റ് എൻഗേജ്മെന്റ്. യുവർ ലവ് ലൈഫ് ഈസ് അസെൻഡിങ് ടു എ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രണയത്തിന്റെ എനർജി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ലോ എനർജി ആയിരിക്കാം, ലോ വൈബ്രേഷനിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എത്ര ലോ വൈബ്രേഷൻ ആണെങ്കിലും അസെൻഡിങ്ങിൽ നിന്നും ഡിസെൻഡിങ്ങിലേക്ക് എത്തും. അതായത് ചെറിയ വൈബ്രേഷൻ, ലോ ലവ് വൈബ്രേഷനിൽ നിന്നും ഹൈ ലവ് വൈബ്രേഷൻസിലേക്ക് നിങ്ങൾ എത്തും. അതിന് യാതൊരു രീതിയിലും നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇത് പലവരുടെയും ഈ ഒരു പ്രണയബന്ധം എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ അവസാനിക്കുന്നത് എൻഗേജ്മെന്റിലായിരിക്കും. അത് നമുക്ക് തീർത്തും പറയാൻ പറ്റുന്നുണ്ട്. കാരണം വി ഗോട്ട് ദ റൊമാൻസ് ഏഞ്ചൽസ് ഗൈഡൻസ് ആസ് എൻഗേജ്മെന്റ്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഉള്ള ആ ഒരു രഹസ്യം എന്താണ്, നിങ്ങളോട് മറച്ചു വെച്ചിട്ട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന രഹസ്യം എന്താണ് എന്നുള്ളത് നോക്കാം. യെസ്, തീർച്ചയായിട്ടും ഇവിടെ ചെറിയ തോതിലുള്ള അല്ലെങ്കിൽ കുറച്ചധികം തോതിലുള്ള ബ്ലാക്ക് മാജിക് എനർജി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ അതിൻ്റെ പിന്നിൽ ഒരു ലേഡിയാണ്. ഓക്കെ, അത് നമുക്കിവിടെ പറയാതിരിക്കാൻ വയ്യ. മേ ബി ഈ പേഴ്സൻ്റെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരിക്കാം. ഇവിടെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ നല്ല രീതിയിലുള്ള എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഓൾസോ നിഗൂഢമായിട്ടുള്ള ഒരു സ്ത്രീനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ലുക്ക് അറ്റ് ദിസ് ലേഡീസ് എനർജി, ലേഡീസ് ഫേസ്. ഓക്കെ, ഈ ഒരു ലേഡിയുടെ ഫേസ് നോക്കൂ, വളരെ നിഗൂഢമായിട്ടുള്ള ഒരു ലേഡിയുടെ എനർജി ആയിട്ടാണ്. ഇറ്റ്സ് എ ജനറൽ റീഡിങ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പക്ഷെ എന്നാലും നമുക്കിവിടെ കർശനമായിട്ട് തന്നെ ഇത്തരം ഒരു എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഷീ ഈസ് പ്രേയിങ് സംതിങ്, എന്തോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ നമുക്കിവിടെ തലോട്ടി കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഒരു നിഗൂഢമായിട്ടുള്ള സ്ഥലത്താണ് ഈ ലേഡി ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ മെനി മീനിങ്സ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ പല രീതിയിലുള്ള മേ ബി നിങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഈ പേഴ്സണെ ആയിരിക്കാം, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിനെ ആയിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. പക്ഷെ ആക്ച്വലി ഈ പേഴ്സൺ ആയിരിക്കില്ല കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി. ഇവിടെ വേറെ ആരോ ആണ് എന്നുള്ള ലെവലിലാണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു നിഗൂഢമായിട്ട് രഹസ്യമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. അത് അധികം വൈകാതെ തന്നെ പരസ്യമാക്കി നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സൺ അത് പറയുന്നതായിരിക്കും. ഓക്കെ, അത് മാത്രമല്ല, ഇത് ഈ പേഴ്സണ് മാത്രമല്ല വേറെ പലവർക്കും ഈ ഒരു കാര്യം അറിയാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ പറയില്ലേ രഹസ്യമായ പരസ്യമാണെന്ന് പറയില്ലേ, രഹസ്യമായ പരസ്യം, അതായത് രഹസ്യമാണത്, പക്ഷെ അത് പരസ്യമാണ്, പലവർക്കും അറിയാം. അപ്പോൾ അത് അറിയാത്തതായിട്ട് മേ ബി ചിലപ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് നമുക്ക് ഫസ്റ്റ് കാർഡിൽ തന്നെ വി ഗോട്ട് ദ ട്രാൻസ്പെറൻറ്റ് മെസ്സേജിൻ്റെ ബോട്ടിലാണ്. അതായത് ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. പുറമേ നിന്ന് നോക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കാണാൻ പറ്റും. ബട്ട് അതൊരു രഹസ്യമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ ആദ്യമേ തന്നെ തൊട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് റിവർ ഓഫ് ബ്ലെസ്സിങ്സ് റിലീസിങ് കോൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പലതരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു തടസ്സങ്ങളെല്ലാം മാറി മറയുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് വരുന്നുണ്ട്. എന്തൊക്കെ തടസ്സങ്ങളാണോ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലൈക്ക് ബ്ലാക്ക് മാജിക്, ദാറ്റ് ലേഡി, ആരൊക്കെയാണെങ്കിൽ പോലും അത് വളരെയധികം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് രഹസ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവസാനം നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം.
ഓക്കെ, ഒരുപാട് നീട്ടി വലിച്ച് പറഞ്ഞ് ലാഗ് അടിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് പോയിന്റ്സ് മാത്രം പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ വിശദീകരിച്ച് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ചിലർ പറയുന്നു ഒരുപാട് ലാഗ് അടിപ്പിക്കണ്ട അങ്ങനെയൊക്കെ പറയുന്നു, ചിലവർ പറയുന്നു നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നും പറയുന്നുണ്ട്. യെസ്, തിരുവോണം നാള് കിട്ടിയിട്ടുണ്ട്, ഐസ് കിട്ടിയിട്ടുണ്ട്, കണ്ണുകൾ വളരെ സ്പെഷ്യലായിട്ട് കാണപ്പെടുന്നു, ഭരണി നാള് കിട്ടിയിട്ടുണ്ട്, അനിഴം നാള് കിട്ടിയിട്ടുണ്ട്, ഉത്രാടം, പൂരിരുട്ടാതി, ബുഷി ഹെയർ ചുരുളം മുടി, ലെറ്റർ ഒ, ലെറ്റർ ടി, 1 വീക്ക് ഒരാഴ്ച, 10 ഇയർ, 15 ഡേയ്സ് 15 ദിവസം, ലെറ്റർ ഇ, ലെറ്റർ ആർ, ലെറ്റർ വി, ലെറ്റർ ഡി, ലെറ്റർ കെ, ബ്രൗൺ ഐസ്, സൗണ്ട് ശബ്ദം, ആയില്യം, വിത്തിൻ 3 months 3 മാസത്തിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ, ചോതി നക്ഷത്രം, ഇയറിങ്സ്. ഓക്കെ, കമ്മലുകൾ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ.